അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നാലെ അസ്തിത്വ പ്രതിസന്ധിയിലാണ് തൃണമൂൽ കോൺഗ്രസ്. മമതാ ബാനർജി വിളിച്ച MLA-മാരുടെ യോഗത്തിലെത്തിയത് 80 MLA-മാരിൽ 20 പേർ മാത്രമാണ്. വ്യാജ ഒപ്പ് വിവാദത്തിൽ സ്പീക്കർക്ക് പരാതി നൽകിയ 2 MLA-മാരെ തൃണമൂൽ പുറത്താക്കി. നേതാക്കൾ ഒന്നൊന്നായി അകലുമ്പോഴും പാർട്ടിയിൽ പ്രതിസന്ധി ഇല്ലെന്നാണ് തൃണമൂൽ വിശദീകരണം. അതിനിടയിൽ വ്യാജ ഒപ്പ് വിവാദത്തിലും സ്ത്രീകളുടെ അക്കൗണ്ടിൽ പണമെത്തുന്ന പദ്ധതിയിലും അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ തൃണമൂലിനെതിരെ നീക്കം കടുപ്പിക്കുകയാണ്. പാർട്ടിയുടെ 28 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് തൃണമൂൽ കടന്നുപോകുന്നത്. 15 വർഷം തുടർച്ചയായി ഭരിച്ച പശ്ചിമബംഗാൾ നഷ്ടപ്പെട്ടതോടെ താഴെത്തട്ടു മുതൽ വ്യാപകമായ കൊഴിഞ്ഞുപോക്കുണ്ടായി. മുതിർന്ന നേതാക്കൾ പലരും മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും നിലപാടുകളെ ചോദ്യം ചെയ്തു. ഫാൽത്ത മണ്ഡലത്തിലെ റീപോളിംഗിന് 2 നാൾ മുൻപ് സ്ഥാനാർത്ഥി പിന്മാറി. അവിടെ 4ാം സ്ഥാനത്തായി പാർട്ടി. ഏറ്റവും ഒടുവിൽ നേതൃത്വം MLA-മാരുടെ യോഗം വിളിച്ചപ്പോൾ ബഹുഭൂരിപക്ഷവും വിട്ടുനിന്നു. പ്രതിപക്ഷ നേതാവ് ശോഭൻ ദേബ് ചാറ്റർജിയാണ് യോഗം വിളിച്ചത്. MLA-മാരെ പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി അഭിസംബോധന ചെയ്യുമെന്നായിരുന്നു നേതൃത്വം അറിയിച്ചിരുന്നത്. എന്നാൽ യോഗത്തിനെത്തിയത് 80 MLA-മാരിൽ 20 പേർ മാത്രം. ഇതോടെ യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റേണ്ടി വന്നു. എന്നാൽ അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകർക്ക് നിയമസഹായം അടക്കം ഉറപ്പാക്കുകയാണ് MLA-മാരെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ കത്തിലെ ഒപ്പിൽ പലതും വ്യാജമാണെന്ന് പാർട്ടി MLA-മാർ തന്നെ പരാതി നൽകിയത് തൃണമൂലിനെ കൂടുതൽ വെട്ടിലാക്കി. 2 പരാതികൾ ലഭിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയതിന് പിന്നാലെ ഘൃതപ്രദ ബാനർജി, സന്ദീപൻ സഹായ് എന്നിവരെ പാർട്ടി വിരുദ്ധ നടപടികളുടെ പേരിൽ പുറത്താക്കി. വ്യാജ ഒപ്പ് വിവാദത്തിനു പുറമെ തൃണമൂൽ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയായ ലക്ഷ്മീർ ഭണ്ഡാറിലെ പ്രതിസന്ധിയിലെന്ന നേതൃത്വം ആവർത്തിക്കുമ്പോഴും MLA-മാരെ ഒന്നിച്ചു നിർത്തുക എന്നതാണ് തൃണമൂൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പലരും BJP-യുമായി അടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായ ആക്രമണത്തിനെതിരെ തൃണമൂൽ പ്രതിഷേധം തുടരുകയാണ്. വാർഡ്, ബ്ലോക്ക് തലത്തിലാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നാളെ കൊൽക്കത്തയിലെ റാണി രാഷ്മണി അവന്യൂവിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തും. അതിനിടെ 35 മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി സുവേന്ദു മന്ത്രിസഭ വിപുലീകരിച്ചു. ദീപക് ബർമൻ, തപസ് റോയ്, ശങ്കർ ഘോഷ്, സ്വപൻ ദാസ് ഗുപ്ത ഉൾപ്പെടെ 13 പേർ ക്യാബിനറ്റ് മന്ത്രിമാരായും 3 പേർ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരായും 19 മന്ത്രിമാർ സഹമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.